മോനെ മണി, എന്താ മക്കളെ? ഒന്നുമില്ലമ്മേ, നെഞ്ചു ഭയങ്കര വേദന. എന്റെ ഈശ്വര, ഇന്നലെ രാത്രിയുള്ള ഗുളിക കഴിച്ചില്ലല്ലോ, അതായിരിക്കും. ആ, മോനിരിക്കേ, അമ്മ ഇപ്പൊ വരാം. ഓ, അതെ, മണിക്ക് നല്ല ശ്വാസം മുട്ടല്. അതെന്താ പെട്ടെന്നിങ്ങനെ? കുഞ്ഞിന് ദിവസേന 2 നേരം കൊടുക്കേണ്ട ഗുളിക ഇന്നലെ രാവിലെ തീർന്നു. അത് ഒരു നേരം മുടങ്ങിയതേ ഉള്ളൂ. ദാ ശ്വാസം മുട്ടല് തുടങ്ങി. എങ്കി പിന്നെ നിനക്ക് ആ ഗുളിക വാങ്ങായിരുന്നില്ലേ? അതിന് കയ്യില് കാശ് വേണ്ടേ? കയ്യിലിരുന്ന കുറച്ച് കാശ് കൊണ്ടാ ഇത്രയും നാള് തട്ടിമുട്ടി പോയത്. ആ ഗുളികയ്ക്കാണെങ്കിൽ മുടിഞ്ഞ വിലയുവാ. ഒരു ഗുളികയ്ക്ക് 25 രൂപയാ. ഒരാഴ്ചക്കുള്ള ഗുളിക വാങ്ങുമ്പോ തന്നെ കാശ് എന്തോരാവൂന്നാ. എന്ന് പറഞ്ഞാ വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ കാശ് വല്ല ഇരിപ്പുണ്ടോ? എന്റെ കയ്യിൽ എവിടെന്നാ മഹിമേ? ശിവപ്പരുടെ കാര്യങ്ങൾ പോലും അരിഷ്ടിച്ചാ നീങ്ങുന്നേ. പിന്നെ അവൾക്ക് ഇത്രയും വിലപിടിപ്പുള്ള മരുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുവിധം കഴിഞ്ഞു പോകുന്നു. ഷെടാ, എന്റെ കുഞ്ഞിന് ആ മരുന്ന് ചെന്നാലേ ഒരു ആശ്വാസം കിട്ടുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അമ്പലത്തില് തൊഴുതിട്ട് വരുന്ന വഴിയാ. ഇവിടെ കയറി എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോവാലോ എന്ന് കരുതി. ശിവപ്രിയ മോളില്ലേ? ഉണ്ട്, മോളകത്തുണ്ട്. എന്താ രണ്ടുപേരുടെ മുഖത്തൊരു വിഷമം പോലെ? എന്തേലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. ഞങ്ങളിവിടെ വീട്ടുകാരും പറഞ്ഞു നിൽക്കുമായിരുന്നു. അങ്ങനെയൊന്നും അല്ല. എന്റെ മോന് നല്ല സുഖമില്ല. അവന് നിത്യം കഴിക്കാനുള്ള ഗുളികയുണ്ട്, അത് തീർന്നു. അത് വാങ്ങരുതോ? അമ്പലത്തിലേക്ക് പോകുന്ന വഴി മെഡിക്കൽ സ്റ്റോർ ഉണ്ടല്ലോ. മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പറഞ്ഞാ അവര് മരുന്ന് ചുമ്മാ തരില്ലല്ലോ. കാശ് എണ്ണി കൊടുക്കണ്ടേ? നല്ല വിലപിടിപ്പുള്ള മരുന്നാ. കയ്യില് കാശ് തീരെയില്ല. ആ കാര്യം സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. അയ്യോ, കാശില്ലെന്ന് കരുതി കുഞ്ഞുങ്ങളുടെ മരുന്നിന്റെ കാര്യമൊന്നും മുടക്കണ്ട. വിരോധമല്ലെങ്കിൽ ഞാൻ കുറച്ച് കാശ് തരാം. അയ്യോ, അതൊന്നും വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മണിയുടെ മരുന്നെങ്കിലും വാങ്ങാലോ. അതെ, മരുന്നും അത്യാവശ്യം വേണ്ട കാര്യങ്ങളും ഒക്കെ വാങ്ങൂ. ദാ, ഇത് കുറച്ച് കാശാ. അയ്യോ, അതൊന്നും വേണ്ടിയിരുന്നില്ല. അതൊന്നും സാരല്ലെന്നേ, ആവശ്യത്തിനല്ലേ കാശ്. ഇതാ വെച്ചോളൂ. വലിയ ഉപകാരം. മേശപ്പുറത്ത് മണിയുടെ ചീട്ടിരിപ്പുണ്ട്. നിങ്ങൾ വേഗം പോയി ആ മരുന്നൊന്ന് വാങ്ങിട്ട് വാ. അത് ചെന്നാലേ അവനൊരു ആശ്വാസം ആവുള്ളൂ. ചെല്ല് തിരുമേനി, മടിക്കണ്ട, പോയിട്ട് വന്നോളൂ. അകത്തോട്ട് വരൂ. അല്ല, ശിവപ്രിയമോള് ഉറങ്ങുകയാണോ? അവള് മുറിയിലുണ്ട്. നേരത്തെ ആ ശിവരൂപത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടതാ. ഞാൻ പോയിട്ട് വരാം. പെട്ടെന്ന് വരണേ. ഞാൻ മോളെ ഒന്ന് കാണട്ടെ. പോയി കണ്ടോളൂ. മോനെ മണി, രക്ഷപ്പെട്ടിടാ മോനെ. മരുന്ന് വാങ്ങാനേ ആ സുഗന്ധി കുറച്ച് കാശ് തന്നു. എന്തായാലും തക്ക സമയത്ത് തന്നെ അവള് വന്നത്. മോൻ വിഷമിക്കണ്ട, അച്ഛൻ ഇപ്പം മരുന്ന് കൊണ്ടുവരും.